ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് വെറും 150 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 8 മണിക്കൂർ കഷ്ടപ്പെട്ട സ്റ്റിച്ച് ചെയ്ത ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ വെറും 5 മിനിറ്റിലാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് 8 മണിക്കൂർ അടുത്ത് നമുക്ക് സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 3 നൈറ്റി മെറ്റീരിയലാണ് ചെയ്യുന്നത്. 3 പീസ് നൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3ന് 3 സൈസാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഒരുപോലെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈസിൽ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ 3 രീതിയിൽ തന്നെ തയ്ക്കും. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ സമയം പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ 100 പണികളാണ് നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ളത്. അപ്പോൾ വീട്ടമ്മമാരാകുമ്പോൾ എല്ലാവർക്കും അറിയാം, കുഞ്ഞു കുട്ടീനെ കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി പണികളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിനെ നോക്കുകയും വേണം, അവന് കഴിക്കാൻ കൊടുക്കണം, അവനെ ഉറക്കണം, അവനെ കുളിപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പണികളുണ്ട്. എന്നിരുന്നാലും നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരുന്നത് അത് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം നമുക്ക് അതിൽ കൂടെ കടന്നു പോയവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തന്നെ സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കാനും തീരുമാനിച്ചത്. കാരണം നമുക്ക് നമ്മുടെ അതായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റുമെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ വെറും 150 രൂപയെങ്കിൽ 150 രൂപ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതൊക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വീഡിയോ എടുക്കലൊക്കെ. ഇപ്പം കണ്ടില്ല, ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് നമ്മുടെ കൂടെ വീഡിയോ എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെടുത്ത ചോക്ക് അവന് വേണമെന്ന് പറഞ്ഞ് നല്ല ബഹളം ഉണ്ടായിരുന്നു. അപ്പം അവന് ഒരു ചോക്ക് കൊടുത്തിട്ട് വീണ്ടും അടുത്തൊരു ചോക്ക് എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെയും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം 3 പീസ് നൈറ്റി കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇതിന് മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. അപ്പോൾ ലൂസായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോഡൽ കണ്ടിട്ട് മമ്മിയുടെ കൂടെ പണിയുന്ന കൂട്ടുകാരൊക്കെ അതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് 3 നൈറ്റി മെറ്റീരിയൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ചുരിദാർ കട്ടിങ് വേണ്ട, 3 പീസ് തന്നെ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നോ അത്രയും നമുക്ക് പണി കുറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഒരുപാട് തുണി കൂടി ഇരിക്കുമ്പോഴത്തേക്കും ടെൻഷനാണ്, ഇതൊക്കെ തയ്ച്ച് തീർക്കാൻ പറ്റുമോ, ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം, വയ്യാഴികയൊക്കെ വരുമോ, അതൊക്കെ ഓർത്തിട്ട് പിന്നെ കിട്ടുന്ന തുണികളെല്ലാം അപ്പം മാക്സിമം തയ്ച്ച് കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം മാക്സിമം മോൻ ഉറങ്ങുന്ന സമയത്തൊക്കെ എല്ലാം ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ അവൻ എണീറ്റിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നൈറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടില്ലേ, ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ വര പോലത്തെ ഒരു ഡിസൈനും മറു സൈഡിൽ വരുമ്പോഴത്തേക്ക് പ്ലെയിൻ കളർ പോലെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ നൈറ്റി മെറ്റീരിയൽ തന്നപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചു ആ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് അടി പിടിപ്പിക്കാമെന്ന്. ഞാൻ പറഞ്ഞ നൈറ്റി മെറ്റീരിയൽ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിയുടെ വീതി എന്ന് പറയുന്നത് പോകും. നൈറ്റി എന്ന് പറയുന്നത് തന്നെ പൊതുവേ നമുക്ക് വീതി ഉള്ളതായിട്ടാണ് നമ്മൾ തയ്ച്ചിടുന്നത്. അപ്പോൾ വിരിവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സ്ലീവ് വരുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ പിങ്ക് കളറും മറു സൈഡിൽ ആ വര പോലത്തെ കളറും വരുന്നതെന്നും പറഞ്ഞു. തയ്ച്ചങ്ങനെ കൊടുത്തു. എങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ തുണി കിട്ടുന്നത് അതേ രീതിയിൽ തന്നെയല്ലേ നമുക്ക് തയ്ച്ച് കൊടുക്കാനും പറ്റത്തുള്ളൂ. അപ്പം രണ്ടും അടുത്ത നമ്മൾ സ്റ്റിച്ച് ചെയ്ത രണ്ടും നീല കളർ, ഏകദേശം ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ആ ഒരു ഷെയ്ഡാണ് നമ്മൾ 2 നൈറ്റിയും തയ്ച്ചേക്കുന്നത്. അപ്പം ഇതിൽ ചെറിയൊരു പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സൈസ് ആയതുകൊണ്ട് 3 സമയത്ത് തന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. ഒരേ സൈസ് ആണെങ്കിൽ നമുക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 3 ഒരുപോലെ വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടിങ് കഴിയും. സ്റ്റിച്ചിങ് മാത്രം സെപ്പറേറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് 3 അളവായതുകൊണ്ട് നമുക്ക് അത് 3 സെപ്പറേറ്റ് തന്നെ കട്ട് ചെയ്യേണ്ടിയും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടിയും ഒക്കെ വന്നു. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് താമസം വന്നതും. അതുകൊണ്ടാണ് ഇത്രയും മണിക്കൂർ എടുത്ത്, ഇല്ലെങ്കിൽ 7 മണി തൊട്ട് 12 മണി തൊട്ട് നമുക്ക് 8 മണി വരെ തയ്ക്കേണ്ടിയൊക്കെ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 3 നൈറ്റിയിലും ഏത് നൈറ്റിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്നും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അതും കൂടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഡെയിലി നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല. കാരണം നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും കുഞ്ഞു വ്ളോഗൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.